ആലത്തൂർ വാർത്തകൾ വായിക്കുന്നത് സുബിൻ സിരീപ്പ് തിന്നിലാപുരം. ഇന്ന് ആഗസ്റ്റ് മാസം 2 വെള്ളിയാഴ്ചയാണ് വരുന്നത്. കർക്കടക മാസം 18 മൊഹറം മാസം 26 വരുന്നത്. പ്രധാന വാർത്തകൾ: ഇന്നും സ്കൂളുകൾക്കും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു. ബാഹുബലി നാളെ. മൻസൂർ ബമ്പർ 10 കോടി രൂപ മൂവാറ്റുപുഴയിൽ വിറ്റ ടിക്കറ്റിന്. മുൻ കോൺഗ്രസ് നേതാവും പൊതുപ്രവർത്തകനുമായ KP ലോറൻസ് അന്തരിച്ചു. ബൈക്ക് മോഷ്ടാവ് പിടിയിൽ. ആഗസ്റ്റ് മാസത്തിൽ മഴ കൂടുതൽ ലഭിക്കുന്ന കാലാവസ്ഥാ നിരീക്ഷകർ. ഓൺലൈൻ ഗെയിം കളിച്ചിട്ട് 16കാരൻ മരിച്ചു. അറ്റൻഡർ ഒഴിവ് ഹോമിയോ ആശുപത്രിയിൽ. കെട്ടിയവളെ കെട്ടിയിട്ടു കാട്ടിൽ 40 ദിവസത്തോളം. നെല്ലിയമ്പതിയിൽ 2 തവണയായിട്ട് ഉരുൾപൊട്ടി. പട്ടാമ്പി പാലം നിറഞ്ഞു കവിഞ്ഞതിന് ശേഷം അതിൻ്റെ കൈവരികൾ തകർന്നു. ഷിഹാബ് ഫൈസി ഉസ്താദ് ദുരന്തത്തിൽ മരണപ്പെട്ടു. വാർത്തകൾ വിസ്തരിച്ച്. കനത്ത മഴ സാധ്യത മുന്നിൽ കണ്ടിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വീണ്ടും അവധി പ്രഖ്യാപിച്ചു ജില്ലാ കലക്ടർ. കുട്ടികളോട് വെള്ളക്കെട്ടിലും പുഴയിലും കളിക്കാനോ മീൻ പിടിക്കാനോ പോകരുതെന്ന് പൊതുവെ നിർദ്ദേശം തന്നിട്ടുണ്ട്. അപകട സാധ്യത മുന്നിൽ കണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കർക്കിടക മാസത്തിലെ ബാഹുബലി നാളെ വിവിധ ക്ഷേത്രങ്ങളിൽ നടക്കും. പ്രധാന അമ്പലങ്ങളിലെല്ലാം അതിൻ്റെ ബാഹുബലിക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട്. ആലുവയിൽ ശിവക്ഷേത്രത്തിലും പുള്ളോട് തിരുപ്പാളൂർ പുള്ളോട് ശിവക്ഷേത്രത്തിൽ ഉൾപ്പെടെ ഒരുപാട് സ്ഥലങ്ങളിൽ ബാഹുബലി നടത്തും. മൺസൂൺ ബമ്പർ 10 കോടി രൂപ അടിച്ചത് ശ്യാം ശശി പറയുന്ന ഒരു ലോട്ടറി കട നടത്തുന്ന ആളുടെ കടയിൽ വിറ്റ ടിക്കറ്റിനാണ്. ഒരെണ്ണം പോയുള്ളൂ, ബാക്കി 5 കൊണ്ടുപോയത് ഇന്ത്യക്കാരെ വാങ്ങിയിട്ട് പോയെന്ന് സംശയിക്കണമെന്ന് മൂപ്പര് പറഞ്ഞു. 100 ടിക്കറ്റ് ഇന്നലെ മാത്രം വിറ്റു എന്ന് പറയുന്നു. ആരാ ആളെന്ന് പറഞ്ഞിട്ടില്ല. മൂവാറ്റുപുഴയിലാണ് സംഭവം. മുൻ കോൺഗ്രസ് നേതാവും പൊതുപ്രവർത്തകനും ജീവകാരുണ്യ പ്രവർത്തകനുമായ KP ലോറൻസ് അന്തരിച്ചു. ആലത്തൂരിനടുത്തുള്ള മേലാർക്കോടാണ് ആൾ മരിച്ചത്. AK ആൻ്റണിക്കും K ശങ്കരനാരായണനുമൊപ്പം പ്രവർത്തന മേഖലയിൽ സജീവ സാന്നിധ്യമായിരുന്നു KP ലോറൻസ് എന്ന വ്യക്തി. ബൈക്ക് മോഷ്ടാവ് പിടിയിൽ. ആലത്തൂരിനടുത്തുള്ള പുതുക്കോട് എന്ന സ്ഥലത്തുള്ള പറയുന്ന ആളാണ് ബൈക്ക് മോഷ്ടിച്ച് പിടിക്കപ്പെട്ടത്. തിരുസൂർ മുളകുന്തുകാവ് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നാണ് തക്കർ നോക്കി മൂപ്പര് അടിച്ചു മാറ്റി കൊണ്ടുപോയത്. CCTVയുടെ അടിസ്ഥാനത്തിൽ ആളിനെ വേഗം പോലീസ് പിടിച്ച് ജയിലിലിട്ടു. ഇയാൾക്ക് സ്ഥിരം പരിപാടിയാണ്, ഈ പണിയാണ് മൂപ്പർക്ക് തൊഴിലായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. പാലക്കാട് ഹോമിയോ ആശുപത്രിയിൽ അറ്റൻഡറിൻ്റെ ഒഴിവുണ്ട്. 10ാം ക്ലാസ് വരെ പഠിച്ച യുവാക്കൾക്കാണത്ര അവസരം കൊടുക്കുന്നത്. ആഗസ്റ്റ് 5 തീയതി 11 മണിക്ക് ആശുപത്രിൻ്റെ ഓഫീസിൽ കടലാസും കാര്യങ്ങളും ഫയലുമായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് യോഗ്യതയുള്ളവർ. 0491 25 78 115 എന്ന നമ്പറിൽ വിളിച്ച വിവരം പോലെ ഒരു കൂട്ടം കൂടും. ഓൺലൈന് ഗെയിം കളിച്ചിട്ട് 16 വയസ്സുള്ളൊരു ചെക്കൻകുട്ടി മരിച്ചു. കളിച്ചിട്ട് അവശനായി തോറ്റിട്ട് മാനസിക വിഷമം കൊണ്ട് ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് പറയുന്നത്.
ബോംബെയിൽ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ അമേരിക്കൻ യുവതിയെ കെട്ടിയിട്ട് ഭർത്താവ് കടന്നു കളഞ്ഞു. പുല്ലരിയാനും ആട്ടിന് മേയ്ക്കാൻ പോയ ആളാണ് കണ്ടത്. 40 ദിവസമായി അവിടെ കെട്ടിയിട്ടിട്ട് എന്ന് പറയുന്നു. പച്ചലിയും മഴവെള്ളവും കുടിച്ചിട്ടാണത്ര ഈ മദാമ അത്രയും കാലം ജീവിച്ചത്. ആരോഗ്യനില അവസ്ഥ നിലയിലായതുകൊണ്ട് അവരിനെ ബോംബെയിൽ നിന്ന് അടുത്ത രാജ്യമായ ഗോവയിലുള്ള ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇന്നലെ നെല്ലിയമ്പതിയിൽ 2 വട്ടം ഉരുളുപൊട്ടി. രാത്രി യാത്ര പൂർണ്ണമായി ഒഴിവാക്കിയെന്ന് വനം വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ നാട്ടുകാർ അല്ലാണ്ട് അവിടെ ചുറ്റിക്കറങ്ങാൻ പോണവർ ആരും തന്നെ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്ന വരെ നെല്ലിയമ്പതി കാണാൻ പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പാതിയിലും പാതൻ്റെ ഓരത്തൊക്കെ വലിയ വലിയ ഉരുളൻ കല്ലുകൾ വീണിട്ട് JCB കൊണ്ട് മാന്തി പൊട്ടിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. മലിനീകരണ ബോർഡിൻ്റെ സമ്മതത്തോടു കൂടിയിട്ട് പാറ പൊട്ടിക്കുന്ന സാധനങ്ങളെ കൊണ്ടുവന്നിട്ട് കഷ്ണമാക്കിയിട്ട് പാറക്കഷ്ണങ്ങൾ ലോറി കയറ്റി കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പാത നേരാക്കിയാലേ വണ്ടിയും വാഹനമൊക്കെ പോകാൻ പറ്റുള്ളൂ എന്നാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. പട്ടാമ്പി പാലം കവിഞ്ഞ് ഒഴുകിയതിന് ശേഷം അതിൻ്റെ കൈവരിയും അരുവുമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി. ആ ഭാഗത്ത് പാത ഒക്കെ പൊളിഞ്ഞിട്ട് കല്ലും കട്ടയൊക്കെ വേറെ കിടക്കുകയാണ്. ഇനി ആദ്യം ടാർ ചെയ്ത് നേരാക്കിയാലേ വണ്ടികളൊക്കെ നേരെ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പണ്ഡിതനും കുട്ടികളെ പഠിപ്പിക്കുന്ന ഉസ്താദുമായ ഷിഹാബ് ഫൈസി വയനാട് ചൂരൽമലയിലുള്ള ദുരന്തത്തിൽ പെട്ട് മരണപ്പെട്ടു. ഏറെ പേർക്ക് പ്രശസ്തനും നാട്ടുകാർക്ക് സ്വീകാര്യനുമായ ആ ഉസ്താദ് ഏവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. അവിടുത്തെ ഉരുൾപൊട്ടലിലാണ് ഷിഹാബ് ഫൈസി മരണപ്പെട്ടത്. 2 ദിവസത്തിന് ശേഷം മുണ്ടക്കയത്ത് ജനങ്ങൾ എത്തിയതിന് ശേഷമാണ് വിവരം അറിഞ്ഞതും അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് അവിടെ നിന്ന് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയതും ഒക്കെ. അതുവരെ അവിടെ എത്തിപ്പെടാൻ പറ്റില്ലായിരുന്നു. അത്രയും ദുർഘടമായ വഴിയും വെള്ളക്കെട്ടും റോഡ് മോശമായതുകൊണ്ടാണ് ഒരു ദിവസം വൈകിപ്പോയി എന്നാണ് ദുരന്തം സന്ദർശിച്ച പല ആളുകളും പറഞ്ഞത്. പാലക്കാട് ജില്ലയിൽ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഈ മഴക്കെടുതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. കുട്ടികൾ താപ്പ് കിട്ടിയ ഓടിപ്പോയിട്ട് മീൻ പിടിക്കാനും കുളത്തിൽ കുളിക്കാനും പുഴയിൽ ചാടാനൊക്കെ പോവുകയാണ്. അത് തടയണം, മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് അറിയിപ്പുണ്ടായിരുന്നു. സ്കൂളുകൾ ഉൾപ്പെടെയുള്ള ചില സ്ഥാപനങ്ങൾ മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഉള്ള ക്യാമ്പായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് അവർ മാറി താമസിക്കുന്നവരെ ആ സ്കൂളുകൾക്കും മറ്റും അവധിയായിരിക്കുമെന്നാണ് അറിയിപ്പുണ്ടായിരുന്നത്. അവർ മുമ്പ് താമസിച്ചവിടുത്തെ വീടുകളിൽ വെള്ളം വറ്റി വൃത്തിയാക്കി കഴിഞ്ഞാൽ പഴയ അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ അവരുടെ വീടുകളിലേക്ക് പോകും. മലിൻ്റെ മൂട്ടിലും മറ്റും താമസിച്ചിട്ടുണ്ടായിരുന്നവരൊക്കെ സ്വന്തക്കാരൻ്റെ വീടുകളിലേക്കും ബന്ധുക്കാരൻ്റെ വീടുകളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അതിന് കഴിവില്ലാത്തവർ വയ്യാത്തവരൊക്കെ ഉള്ളവർ അടുത്തുള്ള ക്യാമ്പുകളിലാണ് ഇപ്പോഴും കഴിയുന്നത്. ഒരുപാട് സന്നദ്ധ സംഘടനകളും പാർട്ടി പ്രവർത്തനങ്ങളും നടത്തുന്നവരും മതപ്രസ്ഥാനങ്ങളുള്ളവരും വ്യക്തികളായിട്ടും സംഘടനാപരമായിട്ടും ഒരുപാട് പേര് ഈ ക്യാമ്പിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായങ്ങൾ വസ്തുക്കളുമായിട്ടൊക്കെ പോകുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള അവസാന തീയതിയായിരുന്നു ജൂലൈ മാസം 31. 5 ലക്ഷം വരെയുള്ളവർക്ക് 1000 ഉറുപ്പിയും 5 ലക്ഷത്തിന് പുറത്തുള്ളവർ നികുതി അടയ്ക്കാൻ തെറ്റിക്കഴിഞ്ഞാൽ അവർക്ക് 6000 ഉറുപ്പിയും പിഴ വരുന്നതാണ് അറിയിപ്പുണ്ടായിരുന്നത്. മഴക്കെടുതി കാരണം നീട്ടിവെച്ചതായിട്ടൊന്നും അറിയിപ്പില്ല. അതെന്തായാലും അടയ്ക്കുക തന്നെ വേണം. പീഡിയക്കാരാണെങ്കിലും തൊങ്ങനെ കാശ് അളവിലധികം സമ്പാദിക്കുന്നവരാണെങ്കിലും ഭാഗ്യക്കുറി അടിച്ചവരാണെങ്കിലും എല്ലാവരും റിട്ടേൺ ഫയൽ ചെയ്തേ പറ്റൂ എന്നാണ് അറിയിപ്പ്. ഇനി അഥവാ മറന്നു പോവുകയോ എന്തെങ്കിലും കാരണത്താൽ
ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റാണ്ടിരുന്നാൽ പിഴ അടച്ചിട്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. 2 കോടി റുപ്യ സഹായം നമ്മുടെ കല്യാൺ സിൽക്കിൻ്റെ ഉടമ മുഖ്യമന്ത്രിൻ്റെ ദുരിതാശ്വാസ നിധിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് സഹായിക്കാനും കൂടിയാണ് അത് ചെയ്തത്. കേടുവന്ന റോഡ് നേരാക്കാനും ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ഭക്ഷണവും വസ്ത്രവും മരുന്നും എത്തിച്ചു കൊടുക്കാനും ഒക്കെ ഈ പൈസ കൊണ്ട് ഉപകരിക്കട്ടെ എന്ന് കല്യാണരാമൻ എന്ന മുതലാളി അറിയിച്ചു. ഭീമൻ ജ്വല്ലറി എന്ന സ്വർണ്ണക്കടക്കാർ 25 ലക്ഷം റുപ്യ കൊടുത്തിട്ടുണ്ടായിരുന്നു. വിക്രമൻ പറയുന്ന തമിഴ് സിനിമ നടനും 5 ലക്ഷം റുപ്യ കൊടുത്തിട്ടുണ്ട്. 6 കോടി റുപ്യ സ്റ്റാലിൻ എന്ന തമിഴ്നാട് മുഖ്യമന്ത്രി സഹായം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നാനാ ഭാഗത്തു നിന്നും സഹായങ്ങൾ മുഖ്യമന്ത്രിൻ്റെ ദുരിതാശ്വാസ നിധിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 1 കോടി റുപ്യ സഹായം കൊടുക്കാമെന്ന് JK മേനോൻ പറയുന്ന ഒരു വ്യവസായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. KSFE ആശ്വാസ പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് KSFE എന്തിനും തയ്യാറായിട്ട് നിൽക്കുകയാണ് എന്നാണ് പറഞ്ഞത്. മഴക്കെടുതിയിൽ വൻ നാശം ആൽത്തൂരും പരിസരത്തൊക്കെ. 2 ദിവസം മുമ്പ് പെയ്ത മഴയിൽ മലമലമുക്കുന്ന ഈ അറ്റത്തുനിന്ന് ഈ അറ്റം വരയ്ക്ക് പോകാൻ പറ്റില്ലായിരുന്നു. വെള്ളക്കെട്ട് കാരണം പാതൻ്റെ 2 ഓരത്തുനിന്നും താമസിച്ചിരുന്നവരൊക്കെ നേരത്തെ കാലത്ത് അവരുടെ സ്വന്തക്കാരുടെ വീടുകളിലേക്ക് കെട്ടും കിടക്കയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പാത്തുമാൻ്റെ വീട്ടിലും തായിൻ്റെ വീട്ടിലും സുമിൻ്റെ വീട്ടിലും എല്ലാം വെള്ളം കയറി അവിടുത്തെ കസാലയും കിടക്കയൊക്കെ നനഞ്ഞു എന്നാണ് അറിഞ്ഞത്. കോഴികളിനെയും നായ്കളിനെയും പൂച്ചകളിനെയൊക്കെ പലരും എങ്ങനെയൊക്കെയോ കിട്ടിയ വണ്ടികളിൽ കയറ്റി അവിടെ നിന്ന് തൽക്കാലം മാറ്റി. വെള്ളത്തിൽപ്പെട്ട് കിടക്കുന്ന വണ്ടികളിനൊക്കെ കയറ് കെട്ടിയിട്ട് വലിച്ച് മണ്ണിൻ്റെ സ്ഥാനത്ത് വെള്ളം വരാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നിർത്തിയിട്ടു. കൂടുതൽ നേരം കിടന്നു കഴിഞ്ഞാൽ എൻജിനിലേക്ക് വെള്ളം കയറിയിട്ട് വണ്ടികളൊന്ന് സ്റ്റാർട്ടാകാണ്ട് വരും എന്നാണ് പറഞ്ഞു വരുന്നത്. ഇന്നലത്തോടു കൂടിയിട്ട് റോഡൊക്കെ പഴയ പോലെ ആയി. പോയവരൊക്കെ തിരിച്ച് വീടുകളിൽ വന്നിട്ട് ബ്ലീച്ചിങ് പൗഡറും ഒക്കെ ഇട്ടിട്ട് വടിച്ചപ്പം കൊണ്ട് വീടൊക്കെ വൃത്തിയാക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു. വീടും പരിസരത്തൊക്കെ ചളിയും ചേറും പറ്റിപ്പിടിച്ചിട്ട് വീട് വൃത്തിയാക്കാൻ ഇനി സമയമെടുക്കുന്നതാണ് പലരും പറയുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ 3 ദിവസം കൂടി മഴ ഉണ്ടാകുന്ന കാലാവസ്ഥ നിരീക്ഷകർ പറഞ്ഞപ്പോൾ വീട്ടുകാർ ആകെ അങ്കലാപ്പിലായി. ഇനിയൊരു മഴക്കെടുത്ത് താങ്ങാനുള്ള കഴിവില്ല എന്നാണ് പറഞ്ഞത്. ഒരിക്കൽ വെള്ളക്കെട്ട് വന്നിട്ട് വെള്ളം കയറിയിട്ട് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ വിൽക്കാമോ നോക്കിയിട്ട് വീടുകൾ വിൽക്കാണ്ട് പറ്റാണ്ട് അടങ്ങാറായിട്ടുണ്ടായിരുന്നു അവിടുത്തെ പല ആൾക്കാരും. ചില ആൾക്കാരൊക്കെ കിട്ടിയ വിലയ്ക്ക് വിറ്റ് ഓടി. പുതിയതായി വാങ്ങിയവരാണ് മലമല ഭാഗത്ത് പെട്ടത്. ലക്ഷങ്ങളും കോടികളും കൊടുത്ത് വാങ്ങിയിട്ട് വെള്ളക്കെട്ട് വന്നു എന്നറിഞ്ഞപ്പോൾ അവർ തലയിൽ കൈവയ്ക്കുന്നുണ്ടായിരുന്നു പല ആൾക്കാരും. കലാമണി പറയുന്ന സ്ഥലത്തും വെള്ളക്കെട്ട് കാരണം വണ്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാണ്ടായി. 5-8 കൊല്ലം മുമ്പ് ഇതുപോലെ പ്രളയം വന്നപ്പോൾ 4 അടിയോളം പൊക്കിയിട്ടാണ് പാത പണിതത്. ഇപ്പോൾ വീണ്ടും പഴയ അവസ്ഥ വന്നു. കാവുശ്ശേരി ഭാഗത്തും വാനൂർ ഭാഗത്തും വീടുകളിൽ നിന്ന് റോട്ടിക്ക് വരാൻ പറ്റാണ്ടായി. പലവിടെയും വെള്ളം കെട്ടി നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റാണ്ട് എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുത്തി രക്ഷാപ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ഒക്കെ മാറ്റി പാർപ്പിച്ചവരിനെയൊക്കെ വേണ്ട പോലെ പരിപാലിക്കാനുള്ള ഒരുക്കത്തിലാണ് നമ്മുടെ ആലത്തൂരിലെ പല സന്നദ്ധ സംഘടനകരും രാഷ്ട്രീയക്കാരൊക്കെ. ഇതിൽ രാഷ്ട്രീയം നോക്കണില്ല, മതം നോക്കണില്ല, ജാതി നോക്കണില്ല. വേണ്ടവർക്ക് വേണ്ട സഹായം ഇഷ്ടം പോലെ ചെയ്തു കൊടുക്കാൻ നമ്മുടെ നാട്ടിലെ സന്നദ്ധ പ്രവർത്തകരൊക്കെ ഉണ്ട്. എന്തൊക്കെ കെടുതി ഉണ്ടായാലും പ്രളയം ഉണ്ടായാലും ദുരന്തം ഉണ്ടായാലും അവിടെയൊക്കെ സഹായിക്കാൻ ചെറുകിട വ്യാപാരികളെ ഉള്ളൂ എന്ന് ആൾക്കാർ മനസ്സിലായി.
ഫ്ലിപ്പ്കാർട്ടും നാപ്റ്റോളും ആമസോണൊന്നും ഒരു രംഗത്തേക്കും വന്നിട്ടില്ല. അതുകൊണ്ട് ഓൺലൈൻ വ്യാപാരത്തിന് പരമാവധി ഒഴിവാക്കണം, നിരുത്സാഹപ്പെടുത്തണമെന്ന് ഇവിടുത്തെ പല ആൾക്കാരും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. വെമ്മണ്ണൂർക്ക് പോണ പാലവും അപ്പുറവും ഇപ്പുറവും വെള്ളം കയറിയിട്ട് കാണാണ്ടായി കുറച്ച് നേരത്തേക്ക്. പിന്നീട് വെള്ളം വാർന്നപ്പോഴേക്കും റോഡൊക്കെ തകർന്ന് തരിപ്പണമായി കുണ്ടും കുഴിയും കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ വണ്ടികൾ പോകുമ്പോഴാണ് കൂടുതൽ ചരിഞ്ഞു വീഴാൻ പോണത്. അതുപോലെ കാട്രിയിൽ വീഴുമല പൊട്ടി. മഴവെള്ളപ്പാച്ചിൽ ഉരുൾപൊട്ടലുണ്ടായിട്ട് താഴത്തുള്ള വീടുകൾ കാര്യമായിട്ടൊന്നുമില്ലെങ്കിൽ ഉള്ളവിനെയൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു. മാടുള്ളവരും നായുള്ളവരും അവിടെ തന്നെ നിന്ന് പലരും ഞങ്ങൾ ഇതിനെ കൊണ്ട് അവിടെ കൊണ്ടുപോവുക പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് എന്തോ ഭാഗ്യത്തിന് പിന്നീട് ഉരുൾപൊട്ടലൊന്നും ഉണ്ടായില്ല. ഉരുൾപൊട്ടിയിട്ട് ആ വെള്ളം മുഴുവൻ കൂലം കുത്തി ഒലിച്ചിട്ട് അയാറുകുളം വഴി അങ്ങനെ തോട്ടിൻ്റെ കരയ്ക്കും ആലത്തൂർ കോർട്ടോടിൻ്റെ പിന്നാമ്പറ വരെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി വെള്ളമാണ് വാനൂർ റോട്ടിൽ കൂടെ കയറിയിട്ട് താലൂക്ക് ആസൂത്രിൻ്റെ പിന്നാമ്പറം വഴി അങ്ങനെ മരമൊക്കലും മറ്റും എത്തിയിട്ട് തടസ്സമുണ്ടായത്. ഒരുപാട് പേർക്ക് വീടുകളുടെ ചുമരും പടിയൊക്കെ മറിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. മിക്കവാറും വീടുകളുടെ പകുതിക്ക് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രളയത്തിൽ അവർക്കത് ഉണ്ടായിട്ട് അവർക്ക് വീടൊന്ന് പൊക്കി കെട്ടാനോ വിറ്റ് ഒഴിവാക്കാനോ കഴിഞ്ഞില്ല. ഇത്തവണ അവർക്ക് അത് തന്നെ ഉണ്ടായി. ഒരു ഹോട്ടലുകാർ പൊട്ടിപ്പൊളിഞ്ഞ് വീണപ്പോൾ അവർ നല്ല എകരത്തിൽ കെട്ടിയിട്ട് വെള്ളം കയറാണ്ട് ഇരുന്നുകൊണ്ട് ഇത്തവണ അവരുടെ കെട്ടിടങ്ങൾക്കൊന്നും നാശം ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. വാനൂരിൽ നിന്ന് നെല്ലിയാങ്കുത്തിക്ക് പോണ പാതൻ്റെ വരത്തെ വീടുകളത്തെ മതിലുകളും ചുമരുകളും ഒക്കെയാണ് വീണ് തകർന്ന് തരിപ്പണമായത്. പലർക്കും വൻ നാശനഷ്ടം ഉണ്ടായെന്നാണ് പറയുന്നത്. ഹമാസ് നേതാവ് ഇസ്മയിൽ അനിയ പറയുന്ന ആൾ കൊല്ലപ്പെട്ടു. മൂപ്പര് ഇറാനിൽ സത്യപ്രതിജ്ഞ കാണാൻ വേണ്ടി പോകുമ്പോൾ അതിൻ്റെ നേരെ റോക്കറ്റ് വിക്ഷേപണത്തിലൂടെ ഇസ്രായേൽ കൊലപ്പെടുത്തിയെന്നാണ് പറയുന്നത്. മൂപ്പേറിൻ്റെ അനുയായിയും ഇതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും പലസ്തീനിലും ഇസ്രായേലിലും അക്രമങ്ങൾ ഒഴിയണില്ല എന്നാണ് പറയുന്നത്. മുണ്ടാണ്ടിരിക്കുന്ന ആളുകളെ പോലും ബോംബിട്ട് കൊല്ലുകയാണ് ഇസ്രായേൽ ചെയ്യുന്നതെന്ന് പലസ്തീൻ്റെ നേതാക്കൾ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. വയനാട് ദുരന്തം മരണം 180 കടന്നു. ഇപ്പോഴും 100-200 പേരെ കാണാനില്ല എന്നാണ് പറയുന്നത്. അവിടേക്ക് വിരുന്ന് വന്നവരും ഒക്കെ കാണാണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയണം. 11 ജില്ലകളിൽ നിന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചികിത്സയിലുള്ള ദുരന്തത്തിൽപ്പെട്ടവൻ്റെ എണ്ണം 78 പേരുണ്ട്. ഇനി കണ്ടുകിട്ടേണ്ടത് 227 പേരിനെയാണ്. ചാലിയാർ പുഴയിൽ കൂടെ ഒലിച്ചു വന്ന മൃതദേഹങ്ങൾ 20 എണ്ണം കൂടി കിട്ടി. കുറേ എണ്ണം അതിന് മുന്നും കിട്ടിയിട്ടുണ്ടെങ്കിലും കൈയും കാലും ഇല്ലാത്തതും തല വേറുപെട്ടതും കാല് നഷ്ടപ്പെട്ടതും ആയതുകൊണ്ട് പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ പാടുപെട്ടു എന്നാണ് പറയുന്നത്. ചൂരൽമല മുണ്ടക്കയം ഭാഗത്ത് ഒറ്റപ്പെട്ടു പോയവരിനെ രക്ഷപ്പെടുത്താൻ 1592 പേരിനെ രക്ഷപ്പെടുത്തിയെന്ന് സൈന്യവും ദുരന്ത നിവാരണ സേനയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടുകാരായ ആളുകളും പല സന്നദ്ധ പ്രവർത്തകരും മഴയും ചളിയും ഒന്നും വകവയ്ക്കാതെ കാടുകളുടെ ഉള്ളിലും മരക്കൂട്ടങ്ങളുടെ അടിയിലും പുഴയുടെ ഓരത്തൊക്കെ അവർ നല്ലപോലെ ഏർപ്പെട്ടുകൊണ്ട് കുറേ മൃതദേഹങ്ങളും അതിൻ്റെ കൈകാലും വേർപെട്ടതുമായിട്ടുള്ളതൊക്കെ കണ്ടു കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ പേരിനെ ഹെലികോപ്റ്ററിൽ വന്നിട്ടാണെങ്കിലും പട്ടാളം സഹായിച്ച് രക്ഷപ്പെടുത്തി. കുഞ്ഞു കുട്ടികളടക്കം ഒരുപാട് പേര് മരിച്ചതിലുണ്ട് എന്നാണ് പറയുന്നത്. ഒരു കുടുംബത്തിൽ നിന്ന് 16 പേര് ഒറ്റയടിക്ക് മരിച്ചുപോയി. കുറേ പേരിനെയൊന്നും ഇപ്പോഴും കിട്ടിയിട്ടില്ല. ജനങ്ങൾ ഒന്നടങ്കം അരിച്ചു പെറുക്കുന്നുണ്ട് അവനൊക്കെ ഉണ്ടാകണ പോലെയൊക്കെയെന്ന് പറയുന്നുണ്ട്. സ്വന്തം കൂടപ്പുറപ്പുകളെ കാണാണ്ടായിട്ട് പലരും
കരഞ്ഞ് കരങ്ങിയ കണ്ണുകളുമായിട്ട് ഭക്ഷണവുമില്ല, വെള്ളവും കുടിക്കാണ്ട് നീറി കഴിയണമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി ഇങ്ങനത്തെ ഒരു ദുരന്തം ഉണ്ടായാൽ താങ്ങാൻ കഴിയില്ല എന്നാണ് മലിൻ്റെ ചുവട്ടിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ പറയണത്. മരിച്ചവരിലെ ജാതിയും മതവും ഒന്നും നോക്കണില്ല. വേണ്ട സഹായങ്ങൾ എന്ത് വിധത്തിലാണെങ്കിലും വേണ്ട പോലെ ചെയ്തു കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാർ വയനാട് ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. പല വ്യാപാരികളും പല ആൾക്കാരും അവനെ കൊണ്ടാകുന്ന പോലെയൊക്കെ തുണിയായിട്ടും ആഹാരപദാർത്ഥമായിട്ടും മരുന്നായിട്ടും വേണ്ടുന്ന സഹായങ്ങൾ ലോറിയിൽ കുത്തി നിറച്ചിട്ട് തിരുവനന്തപുരത്തുനിന്നും കാസർഗോട്ടുനിന്നും പാലക്കാട്ടുനിന്നും ആലത്തൂർ ഭാഗത്തു നിന്നൊക്കെ നിറച്ചു ആൾക്കാർ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ഇനി ആരും ഇതിൻ്റെ പേരിൽ മരിക്കാൻ പാടില്ല. മരിച്ചവർക്ക് സഹായം ആവശ്യമായിട്ടാണ് ഞങ്ങൾ അവൻ്റെ കുടുംബങ്ങളെ സഹായിക്കാനും ക്യാമ്പുകളിൽ കഴിയണവരെ സഹായിക്കാനുമാണ് ഞങ്ങൾ പോണതെന്ന് ഇവിടുന്ന് പുറപ്പെട്ടവരൊക്കെ പറയുണ്ടായിരുന്നു. ₹1 പ്രതിഫലം വാങ്ങാണ്ടാണ് പലരും ദുരന്ത മേഖലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിന് ഒറ്റയ്ക്ക് ഇത് താങ്ങില്ല. അവരിനെ സഹായിക്കാനൊക്കെ കൂടി പോയവൻ്റെ എണ്ണം ഓരോ ദിവസവും കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് പിണറായി വിജയന് സഹായിക്കാൻ വന്നവരിനെയൊക്കെ വളരെയധികം അഭിനന്ദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി വയനാട്ടിൽ സംഭവ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ വിജയൻ കാറിൽ പോകുമ്പോൾ മോട്ടോർ സൈക്കിളിൽ ഇടിച്ചിട്ട് വണ്ടി മറിഞ്ഞിട്ട് തലയ്ക്കും കൈക്കും പരിക്ക് പറ്റിയിട്ട് മഞ്ചേരി ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് അറിയാൻ കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൂടിയിട്ട് ഇന്ന് എയറോപ്ലെയിനിൽ വന്നിട്ട് കൽപ്പറ്റയിലൊക്കെ താമസിച്ചിട്ട് എല്ലാം നോക്കും. അവിടെയുള്ള വേണ്ട സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. മരിച്ചവൻ്റെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കെടുക്കുന്നുണ്ട്. കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാൻ പറ്റാവുന്ന രീതിയിലൊക്കെ ഞങ്ങൾ നോക്കും. ദുരന്തം ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയത്തിനെ കീറി മുറിക്കുന്ന വിധത്തിലുള്ളതാണെന്ന് മൂപ്പര് പറഞ്ഞു. മനസാക്ഷി എന്നൊരു സാധനം ഉണ്ടെങ്കിൽ ആരും ഈ അവസ്ഥയിൽ പരിതപിച്ചു പോകുന്ന പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പഴയ അവസ്ഥയിൽ വരണമെങ്കിൽ പൈസ കൊണ്ട് മാത്രം പോരാ, ആൾക്കാരിന് സഹായ സഹകരണങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് നാശനഷ്ടങ്ങൾ എത്ര കൊല്ലം പണിയെടുത്താലും പഴയ വയനാട്ടിനെ ആ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല എന്നാണ് സെമീന പറയുന്ന ഒരു താത്ത അവിടെ ഉണ്ടായിരുന്നത്. ഇങ്ങനത്തെ ദുരന്തങ്ങളൊന്നും ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഉസ്താക്കന്മാരും പള്ളിയിലെ അച്ഛന്മാരും അമ്പലത്തിലെ പൂജാരിമാരൊക്കെ പറഞ്ഞു. ഇന്നത്തെ ആലത്തൂർ വാർത്തകൾ കഴിഞ്ഞു.